രാഷ്ട്രീയത്തിൽ തോൽവികൾ സ്വാഭാവികമാണ്. പക്ഷേ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരാജയം സമ്മതിച്ച് അമ്പേ പരാജയപ്പെട്ടു എന്ന് ഉറപ്പാകുമ്പോൾ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ചിലരുടെ സ്ഥിരം ശൈലിയാണ്. അതെ, പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. തോൽക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക, ജയിക്കുമ്പോൾ മിണ്ടാതിരിക്കുക, ഇതാണ് കാലങ്ങളായുള്ള രീതി. ഇപ്പോൾ ഇതാ പുതിയൊരു ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു. സീറ്റ് ചോരി അഥവാ സീറ്റ് കള്ളത്തരം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? സ്വന്തം പാർട്ടിക്കുള്ളിലെ വീഴ്ചകളും സ്വന്തം സ്ഥാനാർത്ഥിയുടെ അശ്രദ്ധയും മറച്ചുവെക്കാൻ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നയിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ അനാവശ്യമായി ചെളി വാരി എറിയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയും നിയമപരമായ അച്ചടക്കത്തോടെയും മുന്നേറുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള BJPയെ കണ്ട് പഠിക്കേണ്ടതിന് പകരം എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുക എന്ന ഒരൊറ്റ പണിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് മധ്യപ്രദേശിലും ജാർഖണ്ഡിലും സംഭവിച്ചത്? രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ ആരോപണത്തിന് പിന്നിലെ പൊള്ളത്തരം എന്നാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക ഇലക്ഷൻ കമ്മീഷൻ തള്ളിയതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. പത്രിക തള്ളിയ ഉടൻ തന്നെ പതിവ് പോലെ രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും വലിയ രീതിയിലുള്ള പ്രചാരണവുമായി രംഗത്തിറങ്ങി. മുൻപ് വോട്ട് ചോരിയും സർക്കാർ ചോരിയും നടത്തിയ BJP ഇപ്പോൾ രാജ്യസഭയിൽ സീറ്റ് ചോരി നടത്തുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മീനാക്ഷി നടരാജനെതിരെ കേസുകൾ ഇല്ലായിരുന്നുവെന്നും എല്ലാ രേഖകളും കൃത്യമായിരുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന് ശക്തമായ മറുപടിയുമായി BJP നേതാവ് പ്രദീപ് ഭണ്ഡാരി രംഗത്തെത്തിയോടെ കോൺഗ്രസിന്റെ വാദങ്ങളെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. സ്ഥാനാർത്ഥിയായ മീനാക്ഷി നടരാജൻ നാമനിർദ്ദേശക പത്രികയിൽ ബോധപൂർവം വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് BJP വ്യക്തമാക്കുന്നത്. 2013 ജസ്റ്റിസ് P സദാശിവം അധ്യക്ഷനായ 3-അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ ചരിത്രപരമായ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്, നാമനിർദ്ദേശ പത്രികയിൽ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് അത് തള്ളാനുള്ള വ്യക്തമായ കാരണമാണെന്ന്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയാലും ബാധകമാണ്. നിയമം അനുസരിച്ച് പ്രവർത്തിച്ച ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തി തങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം വേണമെന്ന് വാശി പിടിക്കുന്നത് എന്ത് ജനാധിപത്യമാണ്? ഇവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദീർഘവീക്ഷണവും രാഷ്ട്രീയ ചാണക്യവും നിങ്ങൾ കാണേണ്ടത്. നിയമങ്ങളുടെയും ഭരണഘടനയുടെയും പഴുതുകളില്ലാത്ത നടത്തിപ്പിലാണ് ഈ രണ്ട് നേതാക്കളും വിശ്വസിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ എങ്ങനെ കൃത്യതയോടെയും അച്ചടക്കത്തോടെയും നീങ്ങണമെന്ന് അവർക്ക് നന്നായി അറിയാം. BJP സ്ഥാനാർത്ഥികളും അവർ പിന്തുണയ്ക്കുന്നവരും നിയമവശങ്ങൾ ഓരോന്നും വള്ളി പുള്ളി തെറ്റാതെ പരിശോധിച്ചാണ് പത്രിക സമർപ്പിക്കുന്നത്. ജാർഖണ്ഡിൽ BJP പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നദ്വാനിയുടെ പത്രികയിൽ ചില സാങ്കേതിക പിഴവുകൾ വന്നപ്പോൾ നിയമം അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അത് തിരുത്താനുള്ള അവസരമാണ് കമ്മീഷൻ നൽകിയത്. ഇത് നിയമപരമായ ഒരു നടപടിക്രമം മാത്രമാണ്, അല്ലാതെ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ ഇരട്ട നീതിയോ അവിശുദ്ധ കൂട്ടുകെട്ടോ അല്ല. സ്വന്തം സ്ഥാനാർത്ഥിക്ക് നിയമം അനുസരിച്ച് പത്രിക സമർപ്പിക്കാൻ അറിയില്ലെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷനെയും രാജ്യത്തെ ഭരണാധികാരികളെയും കുറ്റം പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? വസ്തുതകൾ ഇതായിരിക്കെ രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും എന്തിനെങ്കിലും ഒന്നിന് കുറ്റം കണ്ടുപിടിക്കുക എന്നത് ഒരു സ്ഥിരം തൊഴിലായി മാറിയിരിക്കുകയാണ്. രാജ്യം സാമ്പത്തികമായി മുന്നേറുമ്പോൾ, പ്രതിരോധ രംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ, വിദേശ നയങ്ങളിൽ ലോകം ഭാരതത്തെ ആദരിക്കുമ്പോൾ ഇതിലൊന്നും ഒരു നല്ല വശം കാണാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കാറില്ല. എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം പ്രചരിപ്പിക്കുക, രാജ്യത്തെ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. പാർലമെന്റിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനു പകരം തരംതാന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് സമയം കണ്ടെത്തുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിൽ ഇരുന്ന് പാരവയ്ക്കുന്ന കടും വെട്ടുകാരെ കണ്ടെത്താനാണ് കോൺഗ്രസ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നാണ് BJP പരിഹസിക്കുന്നത്. കാരണം മീനാക്ഷി നടരാജന്റെ ഈ വിവരങ്ങൾ ചോർന്നത് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്നാണ്. സ്വന്തം വീട് വൃത്തിയായി സൂക്ഷിക്കാൻ അറിയാത്തവരാണ് അയൽക്കാരന്റെ വീട്ടിലെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും അമിത്ഷായുടെ തന്ത്രപരമായ നീക്കങ്ങളും ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കും
വിമർശിക്കുമ്പോൾ പ്രതിപക്ഷം വെറും ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ തിരിച്ചടികളിൽ നിന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. വെറും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മാധ്യമ വാർത്തകളിലൂടെയും ഈ വാദങ്ങൾ ഉയർത്തിയാൽ ജനങ്ങൾ അത് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇപ്പോൾ ഈ വിഷയം കോൺഗ്രസ് സുപ്രീം കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. കോടതി ഈ ഹർജി വാദം കേൾക്കും. പരമോന്നത കോടതിയിൽ നിന്നും നിയമത്തിന്റെ വഴിക്ക് തന്നെ കൃത്യമായ മറുപടി കോൺഗ്രസിന് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിയമം വികാരങ്ങൾക്കല്ല, വസ്തുതകൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാക്കുന്നതിനെ തുടർന്ന് കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ. മീനാക്ഷി നടരാജന്റെ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കാൻ പോവുകയാണ്. എന്നാൽ ഇവിടെയും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ കോടതി രാഷ്ട്രീയത്തിന് പിന്നിലെ ലക്ഷ്യമാണ്. രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ പോലും സ്വന്തം രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായി വിധി വന്നാൽ കോടതി നിഷ്പക്ഷമാണെന്ന് പറയുകയും മറിച്ചായാൽ കോടതിയും വിൽക്കപ്പെട്ടു എന്ന് ആക്രോശിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് കാലങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വസ്തുതകളും നിയമപരമായ കൃത്യതയും പരിശോധിക്കുന്ന കോടതിയിൽ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾ കൊണ്ട് ജയിക്കാനാവില്ലെന്ന് രാഹുൽ ഗാന്ധി ഓർക്കുന്നത് നന്നായിരിക്കും. 2013 ജസ്റ്റിസ് പി സദാശിവം ബെഞ്ചിന്റെ വിധി നിലനിൽക്കെ മനഃപൂർവ്വം വിവരങ്ങൾ മറച്ചുവെച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോടതി സമയം കളയുന്നത് തന്നെ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങളും കൂടുതൽ പ്രസക്തമാവുന്നത്. പ്രതിപക്ഷം കോടതി കയറിയിറങ്ങിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു വിളിച്ചും സമയം കളയുമ്പോൾ മോദി ഷാ കൂട്ടുകെട്ട് രാജ്യത്തെ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുകയാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രതിപക്ഷം എപ്പോഴും വികസന മുരടിപ്പുണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനെയെല്ലാം നിയമപരമായി തന്നെ നേരിടാനാണ് BJP ശ്രമിക്കുന്നത്. രാജ്യസഭയിൽ സീറ്റുകൾ നേടുന്നത് കള്ളത്തരം കാണിച്ചല്ല, മറിച്ച് ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷവും കൃത്യമായ ആസൂത്രണവും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ്. തോൽവി മുന്നിൽ കാണുമ്പോൾ ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാജ്യത്ത് എന്ത് നല്ല കാര്യം നടന്നാലും അതിലൊക്കെ കുറ്റവും കുറവും കണ്ടെത്തുക എന്നത് ഒരു മുഴുവൻ സമയ പണിയായി മാറിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ സാമ്പത്തിക ശക്തിയായി ഉയരുമ്പോഴും ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ സാധാരണക്കാരുടെ ജീവിതം മാറുമ്പോഴും കോൺഗ്രസ് നേതാവിന് കാണാൻ കഴിയുന്നത് ചോരി അഥവാ കള്ളത്തരം മാത്രമാണ്. സ്വന്തം അണികളെ പോലും ആവേശഭരിതമാക്കാൻ കഴിയാത്ത വിദ്വേഷ രാഷ്ട്രീയം വിട്ട് എന്ന് രാഹുൽ ഗാന്ധി പോസിറ്റീവായ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സ്വന്തം പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതി അവസാനിപ്പിച്ച ശക്തമായ ഒരു ബദൽ രാഷ്ട്രീയ ശൈലി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചില്ലെങ്കിൽ ജനങ്ങൾ അവരെ കൂടുതൽ കൈവിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജനപ്രിയ വികസന നയങ്ങൾക്കൊപ്പം നിൽക്കാൻ വെറും ആരോപണങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം പ്രതിപക്ഷം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയല്ലേ? ജനവിധി എപ്പോഴും സത്യത്തോടും കഠിനാധ്വാനത്തോടും ഒപ്പമേ നിൽക്കുമെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഈ വിവാദം അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.